ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ അഡൽനസ് കഫേ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് തുന്തേന സാത്ത് മേരോ ഹംന എന്ന സീരിയലിൻ്റെ 20ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്ന ലളിത് അപ്പുവിനെ ഭീഷണിപ്പെടുത്തുവാണ്. എന്ന് വെച്ചാൽ, നീ ഇതിപ്പോൾ നിൻ്റെ വീട്ടുകാരോട് ഭോപ്പാലിലുണ്ടായ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇവരുടെ വീട്ടിലുണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവർക്കുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചാണ് പറയുന്നത്. അച്ഛന് അറ്റാക്ക് വരും, അമ്മയ്ക്ക് അറ്റാക്ക് വരും, അമ്മായിക്ക് വയ്യാണ്ട് വരും, പിന്നെ ആരുവിൻ്റെ അവിനാശിൻ്റെ കല്യാണങ്ങൾ നടക്കില്ല, അവരുടെ ജീവിതം പോകും. ഓൾറെഡി ആരു ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചല്ലോ. പിന്നെ 2 മക്കളുടെ കല്യാണം നടക്കാതാവും, നിൻ്റെയും കല്യാണം, നിന്നെ ആരും സ്വീകരിക്കാൻ പോകുന്നില്ല. 3 മക്കളും ഇങ്ങനെ പുറന്നിറങ്ങി നിൽക്കും. പിന്നെ എന്ത് ചെയ്യാനാ, അങ്ങനെ നോക്കാനല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഇവളുടെ കാല് പിടിക്കുന്ന പോലെ ഭയങ്കര സൗണ്ടിൽ ഇങ്ങനെ പറയുകയാണ്. എന്നോട് ക്ഷമിക്കുക, ഞാൻ കാല് പിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡ്രാമ കളിക്കുകയാണ്. നല്ല സൗണ്ടിലാണ്. അപ്പോൾ പുറത്തുള്ളവർ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഇവൻ ഡ്രാമ കാണിക്കണം. അപ്പോൾ ഇവരൊക്കെ ഈ സൗണ്ട് കേട്ടിട്ട് അവിടെ എന്തോ പറ്റിയെന്ന് ഓർത്തിട്ട് തള്ളി തുറന്നകത്ത് വന്ന് നോക്കുമ്പോൾ അപ്പൂൻ്റെ കാലിൽ വീണ് ഇവനിങ്ങനെ കാല് പിടിച്ച് എന്നെ വീണ്ടും സ്വീകരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സീൻ കണ്ടുകൊണ്ടാണ് ഇവർ വരുന്നത്. ഇവർ ചോദിക്കണം, അപ്പു നിൻ്റെ മനസ്സ് ഇത്ര കല്ലായിപ്പോയോ എന്നൊക്കെ അമ്മ ചോദിക്കുകയാണ്. സ്വന്തം ഭർത്താവിനെ കൊണ്ട് കാല് പിടിപ്പിക്കുന്നു, നീ ഇത്രയ്ക്കൊക്കെ ആയോ, ഇതാണ് ഞങ്ങൾ നിനക്ക് തന്ന സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ ആകെ സമ്മർദ്ദത്തിലാക്കുവാണ്. എന്നിട്ട് പറയണ, നീ പോയിക്കോ, നീ ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, നീ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ആരുവിനോട് പറയണം, മോളെ നീ അപ്പൂൻ്റെ സാധനങ്ങളൊക്കെ ബാഗിലാക്ക്, നീ ഇവള് പാക്ക് ചെയ്യാൻ നിൽക്കാൻ നിന്നാൽ ആ സമയം കൂടെ പോകും, അവരുടെ ട്രെയിൻ മിസ്സാവും എന്ന് പറയണം. ഈ സമയത്ത് ലളിത് അവൻ്റെ പ്ലാൻ സക്സസ് ആയെന്ന് ഓർത്തിട്ട് അവൻ ചിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഈ അലപ്പൊക്കെ പുറത്തേക്ക് നിൽക്കുന്നവരൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് രശ്മി വേഗം TV ഓണാക്കുകയാണ്. TV വിയിലെന്ന് പറഞ്ഞാൽ മറ്റേ രക്ഷിത്തിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ ന്യൂസ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ലൈവാണ്. പിന്നെ സ്പീച്ചൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ സൗണ്ട് കൊണ്ട് പുറത്ത് ചെവിയോർത്ത് നിൽക്കുന്ന ആരും അകത്തെ ശബ്ദം കേൾക്കണ്ടെന്നോർത്ത് അവൾ വെച്ചതാണ്. അപ്പോൾ ലളിത് പറഞ്ഞു, എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ, ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല, അപ്പോൾ എന്തായാലും സമ്മതിക്കും എന്നുള്ള രീതിയിൽ തിരിച്ച് അവളെ കൊണ്ടുപോകാനായിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ അമ്മായി പറഞ്ഞ് അവൾക്ക് കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കണമെന്നുണ്ടാവും, 1-2 ദിവസം കൂടെ വേണം നിന്നോട്ടെ, മരുമോനും ഇവിടെ നിൽക്കാമല്ലോ, ഇവിടെ നിന്നിട്ട് കുറേ ആയല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവിനാശ് പറയും, അത് വേണ്ട, ഇനി നിന്നാൽ ഇനി ചേച്ചിക്ക് പോകണ്ടെന്ന് തോന്നും, എന്തായാലും അവർ പോയിക്കോട്ടെ, ഇനി ആരും തടയണ്ടെന്ന് പറയണം. അപ്പം അച്ഛനും പറയണം, പോയിക്കോ മോളെ, ഇത്രയും ഒരാണ് തല താഴ്ത്തി നിനക്ക് വേണ്ടിയിട്ട് കാല് വരെ പിടിക്കാൻ തയ്യാറായെങ്കിൽ അയാൾ നിന്നെ അത്ര ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും, ഇനി ഒരു പ്രശ്നവുമില്ല. അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അച്ഛനും അവിയൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങൾ എന്തായാലും ഉണ്ട് നിൻ്റെ കൂടെ, നീ പേടിക്കുകയൊന്നും വേണ്ട, നീ ധൈര്യമായിട്ട് പോയിക്കോളാൻ പറയണം. അച്ഛൻ കൂടി ഇങ്ങനെ പറഞ്ഞപ്പോൾ അപരാജിതയ്ക്ക് വേറെ ഒരു വാക്ക് പറയാനില്ലാണ്ടായി. എന്ന് വെച്ചാൽ ഏറ്റവും അവളുടെ സ്ട്രെങ്ത് അച്ഛനാണ്. അപ്പം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണ അച്ഛനെ അവൾ കാരണം ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും വന്നവർ, പക്ഷേ ഇപ്പോൾ ഓൾറെഡി വന്നാൽ ഇനി അവൾ കാരണക്കാരിയാകണ്ടെന്നോർത്ത് അവൾ സറണ്ടർ ആവാൻ തന്നെ തീരുമാനിക്കുകയാണ്. അവരോട് ഇനിയിപ്പം ഞാൻ കാരണം ആരുടെ സമാധാനം നഷ്ടപ്പെടേണ്ട, എന്നാലും ഇയാളുടെ കൂടെ പോകാതിരിക്കാൻ എന്താ ഒരു വഴിയെന്നൊക്കെ ഓർത്തിരിക്കുമ്പോൾ ലളിത ഉടനെ അവളുടെ ബാഗെടുത്ത് അവളുടെ ഹാൻഡ് ബാഗ് എടുത്ത് അവളുടെ കൈ കൊടുക്കാൻ, അപ്പോൾ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് തയ്യാറാവാണ്. അപ്പോൾ ഇനി അപരാജിതയ്ക്ക് ഒരു വഴിയില്ല, പോയേ പറ്റുള്ളൂ. വീട്ടുകാരൊക്കെ അവൾക്ക് എതിരാണ്. ഇവൻ അതുപോലെ അവരെ സോപ്പിട്ട് കയ്യിൽ വെച്ചിരിക്കണം. അച്ഛൻ കൂടെ തിരിഞ്ഞ് നിന്നപ്പോൾ ഇനിയിപ്പോൾ അവൾക്കൊന്നും പറയാനില്ല. അപ്പോൾ അവിനാശ് പറയണം, എന്നാൽ അളിയൻ്റെ ബാഗ് ഞാൻ എടുത്തുകൊണ്ട് വരാം, അപ്പോൾ തന്നെ ഇറങ്ങിക്കോ, ഞാൻ വേണമെങ്കിൽ ഒരു ഓട്ടോയും വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ ബാഗ് എടുക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ലളിത് അവളെ പിടിച്ച് പതുക്കെ ഹാളിലേക്ക് കൊണ്ടുവരുവാണ്, പോവാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുവാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഹാളിലാണുള്ളത്, റൂമിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ ഈ സമയത്ത് ആ ന്യൂസ് ഓടുന്നുണ്ട്. അപ്പോൾ രശ്മി ഇനിയിപ്പം നിന്നിട്ട് കാര്യമില്ല, പറയാമെന്ന് വെച്ച് നിൽക്കുമ്പോൾ അവിനാശ് അവളെ തടയുകയാണ്. എന്നിട്ട് ഇവനാണെങ്കിൽ എല്ലാവരുടെയും കാലൊക്കെ വരുവാണ്, പോകാറായല്ലോ. അപ്പോൾ ഈ സമയത്ത് പുറത്ത് നിൽക്കുന്ന അയൽവാസികളൊക്കെ ഇങ്ങനെ കാതോർത്ത് നിൽക്കുകയാണ്, ഇവിടെ എന്തോ വലിയ വഴക്കുണ്ടായിരുന്നു. അപ്പോൾ അമ്മായി ഇത് കാണുന്നുണ്ട്, ഇവരെ കൊണ്ട് ഞാൻ തോറ്റിപ്പോൾ ഇവരുടെ കാര്യം ഞാനിപ്പോൾ തീർത്തരാമെന്ന് പറഞ്ഞ് അവർ നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ലളിത് പറയാണ്, കല്യാണത്തിന് ഞാൻ എന്തായാലും വരാം, അപ്പുമായിട്ട് വരാം, ഞങ്ങൾ ഒരാഴ്ചയ്ക്ക് മുന്നേ തന്നെ ഇവിടെ ഉണ്ടാവും, ഞാൻ എൻ്റെ അമ്മേനെയും കൂട്ടിയിട്ട് വരാം, ഇവളുടെ ഈ മൂഡൗട്ടൊക്കെ ഞാൻ പോണ വഴിക്ക് മാറ്റിയെടുത്തോളാം, നിനക്ക് ഹൽവ ഇഷ്ടമല്ലേ, ഞാൻ വാങ്ങിത്തരാട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഇനിയിപ്പോൾ എനിക്കൊരു വഴിയില്ല, എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചത് ഇവിടെ നിൽക്കാൻ എന്ന് പറയുന്ന സമയത്ത് രക്ഷിത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. അവൻ്റെ ഇത് ന്യൂസ് ലൈവായിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ലോഞ്ചിങ്ങിൻ്റെ കാര്യമൊക്കെ പറയുകയാണ്.
നിങ്ങൾക്ക് ഇത് ഒരവസരമാണെന്ന് പറഞ്ഞു തുടങ്ങുകയാണ് അവൻ. ഒരു നെയ്ത്തുകാരുടെ ഒരു മത്സരം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. 7 ദിവസമാണ് മത്സരം. 3 സ്റ്റേജസ് ആയിട്ടാണ്. 25 ലക്ഷമാണ് പ്രൈസ് മണി കിട്ടുന്നത്. നിങ്ങളെപ്പോലുള്ളവരെയാണ് ഞങ്ങൾക്ക് ആവശ്യം. ഈ അവസരം ആരും പാഴാക്കി കളയരുത്. ഇത് നിങ്ങൾക്ക് ദൈവം തരുന്ന അവസരമാണ്. നിങ്ങൾ വരൂ, ഞങ്ങൾ നിങ്ങളെ ജയിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ഒരു മോട്ടിവേഷൻ ആ സ്പീച്ചിലൂടെ തന്നെ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കഴിവ് ലോകം അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്പീച്ച് കൊടുക്കണം. അപ്പോൾ അപരാജിത വിചാരിക്കുകയാണ് ഇത് തന്നെയാണ് വഴി. അപ്പോൾ അവൾ തിരിഞ്ഞ് നോക്കുമ്പോൾ പരിചയമുള്ള ശബ്ദമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അവൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ലക്ഷ്യത്തിനെ കാണുന്നില്ല, പക്ഷേ കോമ്പറ്റീഷൻ്റെ പേരും ബാക്കി കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അവൾ നോക്കുന്ന സമയത്ത് മാത്രം ന്യൂസിൽ വേറെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ രക്ഷത്ത് പറയുകയാണ്, ഞങ്ങൾക്ക് ഇത് നിങ്ങളെ കണ്ടെത്താനും നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയാനും പിന്നെ എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നം നിറവേറ്റാനും ഏറ്റവും നല്ല മഹേശ്വരി സാരി ആരാണോ ഉണ്ടാക്കുന്നത് അവരാണ് ഈ കോമ്പറ്റീഷൻ്റെ വിന്നർ. മാത്രമല്ല അവർക്ക് ഞങ്ങളുടെ കമ്പനിയുടെ കൂടെ ഇനി തുടർന്ന് പ്രവർത്തിക്കാനും ഒരവസരം ഞങ്ങൾ ഒരുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് അവൾ ലക്ഷ്യത്തിനെ കാണുന്നില്ല, ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവൾ ഓർത്ത് ഇത് തന്നെ ഒരു അവസരമാക്കി എടുക്കാം എന്ന് അവൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇത് ഇവളോട് പറയുന്ന പോലെയാണ് ആ ന്യൂസിൽ രക്ഷത്തിങ്ങനെ പറയുന്നത്. ഇത് നിങ്ങളൊരിക്കലും പാഴാക്കി കളയാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് അമ്മായി പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അയൽക്കാരൊക്കെ പുറത്ത് നിന്ന് സീൻ പിടിക്കാനായിട്ട് അവിടെ നിൽപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തന്നെയാണോ പണി, എല്ലാവരും അവർ തല്ലി ഓടിക്കേണ്ട അവിടെ നിന്ന്, ഇനി മേലെ ഒറ്റ എണ്ണം അങ്ങോട്ട് കയറിപ്പോരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായി ഇങ്ങനെ വഴക്കിട്ട് ഓടിക്കണം. അപ്പോൾ രശ്മി ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ട്, അപ്പോൾ നീ എന്തായാലും ഇനി പറഞ്ഞേക്ക്, ഇനിയിപ്പോൾ ഒന്ന് മറച്ചു വെക്കേണ്ടെന്ന് പറയുമ്പോൾ അവനാശിക്കും നീ എന്തിൻ്റെ കാര്യം പറഞ്ഞാൽ നീ മിണ്ടാതിരിക്കുക, നീ ഇടപെടാറാകുമ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞ് അവളെ തടയുവാണ്. അപ്പോൾ ലളിത പതുക്കെ അവളുടെ കയ്യിൽ പിടിച്ചിട്ട് അപ്പോൾ നമുക്ക് ഇറങ്ങിയാലോ, ഓട്ടോ വന്നിട്ടുണ്ടാവും, നമുക്ക് ഇറങ്ങാമെന്ന് പറയുമ്പോൾ അവൾ പറയും ഞാൻ എവിടേക്കും വരുന്നില്ല എന്ന് പറയണം. ഇത് കേട്ട് എല്ലാവരും ഷോക്കാകുകയാണ്. ഇവള് ഇതുവരെ മാറിയില്ല, ഇത്രയും ഉണ്ടായിട്ടും ഇവൾക്കൊരു മാറ്റവും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ എല്ലാവരും ഇങ്ങനെ ഷോക്കായിട്ട് നോക്കുകയാണ്. അപ്പോൾ അപ്പൂൻ്റെ അമ്മ പറയണം, അപ്പോൾ ഇനി നിൻ്റെ നാടകമൊന്നും ഇവിടെ വില പോയില്ല, മര്യാദയ്ക്ക് അവൻ്റെ കൂടെ പോകാൻ നോക്ക്, ഇപ്പോഴാണെങ്കിൽ നല്ല രീതിക്ക് നിനക്ക് പോകാം എന്ന് പറയുകയാണ്. അപ്പോൾ പറയണില്ല, അതുകൊണ്ടല്ല, എനിക്കൊരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അതുകൊണ്ടാണെന്ന് പറയണം. അപ്പോൾ ലളിത ചോദിക്കണം, കോമ്പറ്റീഷനോ, എന്ത് കോമ്പറ്റീഷൻ, അങ്ങനൊന്നുമില്ല, നീ വരാതിരിക്കാൻ ഓരോ കാരണങ്ങളുണ്ടാക്കുകയാണെന്നില്ല. അപ്പോൾ അവൾ പറഞ്ഞ അല്ല, എനിക്കിവിടെ ഒരു കോമ്പറ്റീഷന് പങ്കെടുക്കണം, അത് ഇൻഡോറിലാണ്, അപ്പോൾ ഇവിടെ തന്നെ നിന്നാലേ എനിക്ക് ആ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ അവനിങ്ങനത്തെ മുഖത്ത് കൈവയ്ക്കുവാണ്. ഇനിയിപ്പം എന്തും പറഞ്ഞ് ഇവളെ കൊണ്ടുപോകും, അവൾ ഓരോ കാരണങ്ങളുണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് ഇങ്ങനത്തെ ചെറിയ ചെറിയ കോമ്പറ്റീഷനിലൊക്കെ പോയിട്ട് നീ എന്നെ നാണം കെടുത്താനാണോ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയണം. അപ്പോൾ അപ്പൂൻ്റെ അമ്മ പറയണം, അത് തന്നെ, നീ അവിടെ വീട്ടിൽ പോക്കോ, അവിടെ എന്തെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ പോയിക്കോ, അല്ല ഇത് എന്തിൻ്റെ കോമ്പറ്റീഷനാണെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ നെയ്ത്തുകാർക്ക് വേണ്ടിയുള്ള കോമ്പറ്റീഷനാണ്, ഏറ്റവും നല്ല മഹേശ്വരി സിൽക്ക് ഉണ്ടാക്കുന്നവരാണ്, അവർക്ക് പ്രൈസ് മണിയായിട്ട് 25 ലക്ഷമാണ്, ഇതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുമെങ്കിൽ ഞാനിതിന് കോമ്പറ്റീഷന് പങ്കെടുക്കുന്നതല്ല നല്ലത്, അതല്ലാതെ ഇത് ചെറിയ ചെറിയ കോമ്പറ്റീഷനുകൾ പോലെ അല്ല, വലിയൊരു കോമ്പറ്റീഷനാണ്, വലിയ വലിയ ആൾക്കാർ നടത്തുന്നതാണ്, ഒത്തിരി പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയും. അപ്പോൾ വീട്ടുകാരൊക്കെ പറയും നീ ഇതിനെപ്പറ്റി ഇതിന് മുന്നേ ഞങ്ങളോടൊന്നും സൂചിപ്പിച്ചു പോലും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അപ്പോൾ പറയണം, അത് ഞാനിതിനെപ്പറ്റി അറിഞ്ഞിരുന്നു, ഞാൻ ഫൈനലൈസ് ചെയ്തില്ലായിരുന്നു, ഞാൻ ചെയ്തിട്ട് പറയാൻ നിർത്തുന്ന, സത്യത്തിൽ അത് പറയാനാണ് ഞാൻ വന്നത്, അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഈ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഭോപ്പാലിലേക്ക് പോകാൻ തന്നെ ഇരിക്കുകയായിരുന്നു, ഇതാകുമ്പോൾ 15 ലക്ഷം കൊണ്ട് ആരുവിൻ്റെ കല്യാണം നടക്കും, ബാക്കി കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യാമല്ലോ, ഞങ്ങൾക്ക് അവിടെ ലോണൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ അടഞ്ഞ് തീരുമല്ലോ എന്നൊക്കെ പറയണം. പിന്നെ ഇത് ദൈവം എനിക്ക് കാണിച്ചു തന്നൊരു വഴിയാണ്, അപ്പോൾ ഇതെനിക്ക് വിട്ട് കളയാൻ തോന്നുന്നില്ല എന്ന് പറയണം. അപ്പോൾ ലളിത പറയണം, നീ എന്നെ നാണം കെടുത്താനാണോ, ഈ കോമ്പറ്റീഷന് പോയിട്ട് വേണോ നമുക്ക് ലോൺ അടയ്ക്കാനും ജീവിക്കാനും ഒക്കെ, വെറുതെ എന്തിനും നിൻ്റെ വീട്ടുകാരുടെ മുന്നിൽ എന്നെ നാണം കെടുത്തെന്ന് പറയണം. അപ്പോൾ അവിനാശ് പറയണം, ഇത് വെറുതെ അലുവ തിന്നണ പോലെയുള്ള സിമ്പിൾ പരിപാടിയല്ല, അത്ര വലിയ കോമ്പറ്റീഷനൊക്കെ ആകുമ്പോൾ ചേച്ചിയാണെങ്കിൽ കുറേ 3-4 വർഷമായിട്ട് ഒരു സാരി പോലും ഉണ്ടാക്കിയിട്ടില്ല, അപ്പോൾ ടച്ച് വിട്ടിട്ടുണ്ടാവും, അതിന് വെറുതെ പോയിട്ട് തോറ്റിട്ട് വന്ന് വെറുതെ മനസ്സ് ഹേർട്ട് ചെയ്യുന്നതിന് അതിന് മുന്നേ അളിയൻ്റെ കൂടെ പോകുന്നതല്ലേ നല്ലത് എന്ന് പറയണം. അപ്പോൾ അപരാജിത പറ, അത് സത്യമാണ്, ഞാൻ 3-4 വർഷമായിട്ട് സാരി ഒന്നും നെയ്തിട്ടില്ല, എന്നാലും എൻ്റെ ഉള്ളിലുള്ള കഴിവ് ഒരിക്കലും നശിച്ചു പോകുന്നില്ലല്ലോ എന്ന് പറയണം. അപ്പോൾ അപ്പൂൻ്റെ അമ്മ പറയണം, നീ ഒരു കോമ്പറ്റീഷനിലും പങ്കെടുക്കാൻ പോകുന്നില്ല, നീ മര്യാദയ്ക്ക് ഭോപ്പാലിലേക്ക് പോകാൻ നോക്ക്, നീ വേറെ ഒന്നും സംസാരിക്കേണ്ട, ആരുവിൻ്റെ കല്യാണം നടത്താൻ ഞങ്ങൾക്കറിയാം, നീ കാരണം ആ പ്രശ്നം ഉണ്ടായതെങ്കിലും അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് നീ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട, നീ നിൻ്റെ വീട്ടിലേക്ക് പൊക്കോളം പറയാം. അപ്പോൾ അപ്പൂൻ്റെ അച്ഛൻ പറയണ, ശരിയാ മോളെ, നീ ഇതൊന്നും കേൾക്കാൻ നിൽക്കണ്ട,
എന്ന് പറയണം. അപ്പോൾ അവിനാച്ചൻ ഷോക്കാകാണ്, അച്ഛൻ എന്താ ഇങ്ങനെ പറയണേ. അപ്പോൾ അച്ഛൻ പറയണ നീ നിർത്തിക്കോ എന്നിങ്ങനെ പറയും. അപ്പോൾ അപരാജിത ഷോക്കാവും. എന്താണ് ഈ പുള്ളി ഇങ്ങനെ പറയണമെന്ന് വെച്ചപ്പോൾ, നീ മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുന്നത് നിർത്തിക്കോ, ആരുടെ അനുവാദം നോക്കാനില്ല. നിനക്കൊരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കണമെങ്കിൽ നീ പങ്കെടുത്തോ. നീ എൻ്റെ മോള് മാത്രമല്ല, എൻ്റെ സ്റ്റുഡൻറ്റും കൂടിയാണ്. അതുകൊണ്ട് നിന്നിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നീ ധൈര്യമായിട്ട് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്തു, അച്ഛനുണ്ട് കൂടെ എന്ന് പറയുകയാണ്. അപ്പോൾ അപരാജിതയ്ക്ക് ഒരുമാതിരി ധൈര്യമാകും. ഇനിയിപ്പോൾ എല്ലാവരോടും ഫൈറ്റ് ചെയ്യുന്നു. അച്ഛൻ കൂടെ ഉണ്ടെങ്കിൽ അവൾക്ക് നല്ല സന്തോഷമാണ്. അപ്പോൾ അവളുടെ അമ്മ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നുണ്ട് അച്ഛനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പറയും, ദൈവം നിനക്കൊന്നൊരു അവസരമാണ് നിൻ്റെ കഴിവുകൾ തെളിയിക്കാനായിട്ട്. നീ ഇത്രയും നാൾ ഇതൊന്നും ചെയ്യാതിരുന്നിട്ട് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, എന്നാലും നീ അത് മറന്നില്ലല്ലോ എന്നോർത്ത് സന്തോഷിക്കുകയാണ്. അപ്പം ലളിത് ഓർക്കും, പുള്ളി പിന്നെയും പുറകെ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ലളിത് ഇങ്ങനെ ടെൻഷനാകണം. അപ്പോൾ ലളിതിനോട് അച്ഛൻ പറയണം, മോനെ ഇവളെ ഈ സമയത്ത് നമ്മളെല്ലാവരുമാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതൽ ഭർത്താവ് എന്ന നിലയിൽ നീയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നീ അവളുടെ കൂടെ ഉണ്ടാവണമെന്ന് പറയണം. അപ്പോൾ ഇവനൊന്ന് ആലോചിച്ചിട്ട് പറയണം, ഞാനോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ പറയുന്നുണ്ട്. ശരിയാണല്ലോ, ഞാനല്ലേ കൂടെ നിൽക്കണ്ടേ, ഞാൻ കൂടെ നിൽക്കാം. എന്തായാലും അപ്പൂൻ്റെ ഒരു ആഗ്രഹമല്ലേ, അവൾ പോയിക്കോട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ പ്രൈസ് മണി കേട്ടപ്പോൾ ആരുവിനും അവിനാശിനും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് ആയെന്ന് വെച്ചാൽ കല്യാണം നടക്കും, വേറെ കുറച്ചവരുടെ കാര്യങ്ങൾ നടന്നു പോയല്ലോ, അതുകൊണ്ട് അവർ ഓക്കെ ആയ രീതിയിലാണ്. അപ്പോൾ ലളിത ചോദിക്കുകയാണ്, എത്ര ദിവസമാണ് ഇത് കോമ്പറ്റീഷൻ, എത്ര ദിവസമാണെന്ന് ചോദിക്കുമ്പോൾ പറയും 7 ദിവസമാണ്, 3-4 സ്റ്റേജസ് ആയിട്ടാണ് കോമ്പറ്റീഷൻ ഉള്ളത് എന്ന് പറയുകയാണ്. അപ്പോൾ ലളിത ഞെട്ടു. അപ്പോൾ അപ്പോഴത്തേക്കും ഒക്കെ കുറച്ച് സമയം കിട്ടിയല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പം വീട്ടുകാരൊക്കെ ഫുള്ള് സപ്പോർട്ടും ആയിട്ടുണ്ട്. അപ്പോൾ ലളിത പറയണ, ശരി എന്തായാലും കോമ്പറ്റീഷൻ നീ പോയില്ലേ, ഓക്കെ ഞാൻ സമ്മതിച്ചു, എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ അടുത്തുള്ളൊരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യാം, ഞാൻ 7 ദിവസം അവിടെ നിന്നോളാം. അപ്പോൾ സന്തോഷം, കാലം പോവുമല്ലോ എന്നോർത്തിട്ട് അവളിങ്ങനെ വിചാരിക്കുമ്പോൾ ഉടനെ അവൻ്റെ അമ്മ കയറി എന്ന് വെച്ചാൽ അപ്പൂൻ്റെ അമ്മ കയറി പറയണം, അയ്യോ അതെന്തിനാ, ഇവിടെ നമുക്ക് വീടുണ്ടല്ലോ, എന്തിനാ ഹോട്ടലിലൊക്കെ നിൽക്കേണ്ട ആവശ്യം എന്ന് ചോദിക്കണം. അപ്പോൾ ലളിത പറയണം, അല്ല ഭാര്യ വീട്ടിൽ താമസിക്കുന്നവർക്ക് പട്ടിയുടെ വില പോലും ഉണ്ടാവില്ലെന്നല്ല കാരണവന്മാർ പറയുന്നത്, അപ്പോൾ ഞാൻ ഹോട്ടലിൽ നിന്നോളാം എന്ന് പറയാണ്. അപ്പോൾ അമ്മ പറയാണ്, നമ്മൾ മരുമക്കളെ രാജാവിനെ പോലെയും ദൈവത്തെ പോലെയൊക്കെ കാണണമെന്നും കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെയൊന്നും പറയണ്ട, നീ ഇവിടെ തന്നെ നിന്നാൽ മതി, അപ്പൂന് നിൽക്കാൻ അവകാശമുള്ള പോലെ നിനക്ക് വീട്ടിൽ നിൽക്കാൻ അവകാശമുള്ളതാണ്, നീ എൻ്റെ അവീനെ പോലെ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ അവനോട് പറയണം. അവൻ പറഞ്ഞു, അത് ശരിയാവില്ല, അമ്മ അറിഞ്ഞാൽ, എന്നാലും സാരമില്ല നിന്നേക്കാം എന്നുള്ള രീതിയിൽ അവൻ നിൽക്കാമെന്ന് പറയുകയാണ്. എന്നിട്ട് എന്തായാലും എല്ലാത്തിനും ഞാൻ ഓക്കെയാണ്, എനിക്ക് ഫുൾ സപ്പോർട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ മുന്നിൽ കിടന്ന് ഡ്രാമ കാണിക്കുകയാണ്. അപ്പോൾ അപ്പൂൻ്റെ അമ്മയ്ക്ക് പിന്നെയും ദേഷ്യമാണ്. അവർ പറയുന്നുണ്ട്, മോളെ നീ അങ്ങോട്ട് പോയിക്കോ, ഇവിടെ കോമ്പറ്റീഷൻ നിൽക്കണ്ട, ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ അവർക്കൊരു ഓപ്ഷൻ ഇല്ല, അതുകൊണ്ടിപ്പോൾ ഓക്കെ പറയുകയാണ്. എന്നാൽ ശരി അവി, നീ മരുമോന് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം, അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങൾ വാങ്ങണം, ലിസ്റ്റ് വാട്സപ്പ് ചെയ്യാം, നീ പോയി വാങ്ങിക്കൊണ്ടുവരാൻ പറയണം. അപ്പോൾ പെട്ടെന്ന് രശ്മി ഇടപെട്ടിട്ട്, അത് വേണ്ട അമ്മായി, ഞങ്ങൾ പോയി വാങ്ങിക്കോളാം എന്ന് പറഞ്ഞ് ഇവൾ അപ്പൂനെ വിളിച്ചുകൊണ്ട് ആ അവസരം മുതലാക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്ന രക്ഷ്യത്തിൻ്റെ ഓഫീസാണ്. അപ്പോൾ രക്ഷ്യത്ത് പറയുകയാണെങ്കിൽ സംഭവം ഞാൻ വിചാരിച്ചതിനെക്കാട്ടി അടിപൊളിയായി, എന്തായാലും ഇര നിങ്ങളെല്ലാവരും വിളിച്ചതുകൊണ്ട് കൂടുതൽ സൂപ്പറായി, എന്തായാലും അവൾ നല്ല സ്മാർട്ടാണല്ലേ എന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയണം, അത്ര സ്മാർട്ടൊന്നും അല്ല, അവൾ എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അമ്മയെന്ന് വിളിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണം. അപ്പോൾ രക്ഷിത്ത് പറയണം, അതൊക്കെ വീടമ്മ, അവൾ എൻ്റെ ജസ്റ്റ് ഫ്രണ്ട് മാത്രമാണ്, അതിലും കൂടുതലൊരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല, അങ്ങനെ ഉണ്ടാവാനും പോകുന്നില്ല, അവളെ ഞാനങ്ങനെ കണ്ടിട്ടില്ല, പിന്നെ അമ്മ പറയുന്ന ആളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ, അതുകൊണ്ട് ഞാൻ അവളെ കല്യാണം കഴിക്കുന്നതെന്നോർത്ത് അമ്മ പേടിക്കേണ്ട, ജസ്റ്റ് റിലാക്സ് ആയിട്ടിരിക്കുക, എനിക്കിപ്പോൾ ഈ കോമ്പറ്റീഷനാണ് ഏറ്റവും വലുത്, ഞാൻ അതിൻ്റെ പുറകെയാണെന്ന് പറയും. അപ്പോൾ അമ്മയുടെ ജോത്സ്യം പറഞ്ഞില്ലേ, എന്തോ എന്നെ കല്യാണം കഴിക്കുന്ന പോകുന്ന ആൾ അഗ്നിപരീക്ഷയൊക്കെ നടത്തുന്നു, അങ്ങനത്തെ പെൺപിള്ളേർക്ക് ഇക്കാലത്ത് ഉണ്ടാവുമെന്ന് പറയണം. അപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്ന അപ്പൂനെയും രശ്മിനെയാണ്. അപ്പോൾ അവരിതൊന്നും എവിടെന്നെങ്കിലും നിന്ന് സംസാരിക്കാൻ നോക്കിയിട്ട് ഈ അയൽക്കാരുടെ ശല്യം കൊണ്ട് അവർക്ക് ഒരു പ്രൈവസി കിട്ടുന്നില്ല ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ പറയുകയാണ്, നമുക്കിവിടെ നിന്ന് സംസാരിക്കാൻ പറ്റത്തില്ല, നമ്മുടെ ചുറ്റും 100 കണ്ണുകളും കാതുകളുമാണ് നമ്മളെ കേൾക്കാനായിട്ട്, നമുക്ക് എവിടെയെങ്കിലും മാറി നിന്ന് സംസാരിക്കാമെന്നും പറഞ്ഞ് അവർ പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ ഒരു സൈഡിലേക്ക് മാറി നിൽക്കുകയാണ്. എന്നിട്ട് രശ്മി ചോദിക്കുകയാണ്, അല്ല സത്യത്തിൽ നീ
അപ്പോൾ അപ്പു പറയണേ ഇപ്പം എന്ത് വെറുതെ പറയാൻ, ഞാനിപ്പോൾ ഈ കോമ്പറ്റീഷന് തന്നെ പോകാൻ പോവാണ്, അല്ലാതെ എൻ്റെ മുന്നിൽ വേറെ വഴിയില്ല. 15 ലക്ഷം കൊടുത്ത് ആരുവിൻ്റെ കല്യാണവും നടത്താം, ബാക്കി 10 ലക്ഷം ആ ലോണും അവളുടെ പേരെടുത്ത ലോണുണ്ടല്ലോ അത് അടച്ച് തീർക്കാം. അയാളെടുത്ത് പൊടിച്ച് കളഞ്ഞതാണെങ്കിലും ഡിഫോൾട്ടർ എന്നുള്ള പേര് എൻ്റെ ഇതിൽ സിബിലല്ലേ ഉള്ളത്. എനിക്കിനി ആരുടെ അടുത്ത് നാണം കെടാൻ വയ്യ. എപ്പോഴാണ് എൻ്റെ അഡ്രസ്സും തപ്പിയ ബാങ്കുകാർ വരുന്നത് എൻ്റെ അച്ഛൻ്റെ മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പില്ല. അങ്ങനെ ഒരു അപമാനം കൂടെ എൻ്റെ അച്ഛന് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്തായാലും ഞാൻ ഈ കോമ്പറ്റീഷന് പങ്കെടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയെന്ന് പറയും. അപ്പോൾ രശ്മി പറയും, അതെങ്ങനെയാണ്, നീ 4 വർഷമായിട്ട് നീ സാരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, അവിടെ പോയിട്ട് തോറ്റുപോയാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അപ്പു പറയണ, ഇതിലും കൂടുതൽ ഞാൻ എന്ത് തോക്കാനാണ്, എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ തോറ്റ് നിൽക്കുകയാണ്. എനിക്ക് പേരിട്ടത് തന്നെ ഏറ്റവും ധൈര്യമുള്ള പെൺകുട്ടിയായിട്ട് എന്നെ വളർത്താമെന്നുള്ള ധൈര്യത്തിൽ തന്നെയാണ് അവരെനിക്ക് പേരിട്ടത്. പക്ഷേ ഞാനിപ്പോൾ എല്ലായിടത്തും തോറ്റുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആ പഴയ അപരാജിതയായി മാറണം. അതിന് ഈ കോമ്പറ്റീഷൻ വഴിയേ നടക്കുകയുള്ളൂ. പിന്നെ എനിക്ക് അയാളുടെ അടുത്തുനിന്ന് ഡിവോഴ്സ് വേണം. അതിൻ്റെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാനും എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുമെന്ന് തെളിയിച്ച് കാണിക്കാനും ഈ കോമ്പറ്റീഷൻ എനിക്ക് ജയിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാനിതിന് പോകുമെന്ന് പറയണം. ഇനി ഒരിക്കലും ഞാൻ അയാളുടെ വീട്ടിലേക്ക് പോയിട്ട് അയാളുടെ തല്ലും വഴക്കും പുച്ഛവും ഒന്നും സഹിക്കാൻ ഇനി എന്നെ കൊണ്ടാവില്ല. അങ്ങനെയൊക്കെ വല്ലതും ഉണ്ടായാലും ഇനി മരിക്കുന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ രശ്മി പറഞ്ഞ്, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ, നിനക്ക് ഈ കോമ്പറ്റീഷന് പോയിട്ട് പ്രൈസ് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിനക്ക് ജയിക്കാൻ കഴിവുണ്ടെന്ന് നിനക്ക് തന്നെ അറിയാമല്ലോ, അങ്ങനെ ആണെങ്കിൽ നീ ഇതിന് പങ്കെടുക്കാത്തത് തന്നെയാണ് ബെറ്ററെന്ന് രശ്മി പറയാണ്. അപ്പോൾ പറയാണ്, അപ്പൂൻ്റെ അടുത്ത് രശ്മി പറയുന്നുണ്ട്, നിനക്ക് വീട്ടുകാരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാലെന്താ, നീ എന്താണ് വീണ്ടും വീണ്ടും മറച്ചു വെക്കുന്നത്, ഇത്ര നല്ലൊരു അവസരം കിട്ടിയിട്ട് നീ എന്താ പറയാനെന്ന് ചോദിക്കാം. പറഞ്ഞാൽ അന്ന് അവൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന സാഹചര്യമല്ല ഇപ്പോൾ. അന്നെന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല, നേരെ വീട്ടിലേക്ക് വന്നതാണ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, അച്ഛൻ്റെ ആരോഗ്യാവസ്ഥ അത്ര ശരിയല്ല. പിന്നെ ആരും ആത്മഹത്യക്ക് ശ്രമിച്ചു, അവിനാശാണെങ്കിൽ എപ്പോഴും ഇവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതും പറഞ്ഞിട്ട്. അന്നുള്ള സാഹചര്യമല്ല ഇന്ന്. അപ്പോൾ ഇത് കൂടെ ഞാൻ പറഞ്ഞാൽ അച്ഛന് വീണ്ടും വയ്യാതാകും. ആരുവിൻ്റെ കല്യാണം മുടങ്ങും, അവിനാശിൻ്റെ നിൻ്റെ കല്യാണം മുടങ്ങും. അതിനൊക്കെ കാരണമാകണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പറയാത്തത്. എല്ലാം സഹിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ഒരു പ്രാവശ്യം ഈ കോമ്പറ്റീഷനിൽ ഞാൻ ജയിച്ചെന്ന് വെച്ചോ, എല്ലാം ഞാൻ വീട്ടുകാരോട് പറഞ്ഞ് അയാളെ ഞാൻ ഡിവോഴ്സ് ചെയ്യും. ഇനി ഇങ്ങനെ ഒരാളെ സഹിക്കേണ്ട ബുദ്ധിമുട്ട് എനിക്കില്ല എന്നൊക്കെ പറയണം. അപ്പോൾ രശ്മി പറയണ, ഇപ്പോൾ എന്തായാലും നിനക്ക് നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്, പക്ഷെ നീ എന്താ ചെയ്യുക, അയാളിപ്പോൾ നിൻ്റെ വീട്ടിൽ തന്നെയല്ലേ ഉള്ളത്. നീ കോമ്പറ്റീഷന് പോകാതിരിക്കാനും നിൻ്റെ ധൈര്യം ചോർത്താനുമായിട്ട് അയാളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യും. അപ്പോൾ നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അയാളെ വീട്ടിൽ നിന്ന് നിനക്ക് എന്തായാലും പറഞ്ഞു വിടാൻ പറ്റില്ല. പിന്നെ അമ്മയച്ഛനും അത്ര റെസ്പെക്റ്റോട് കൂടിയാണ് അയാളെ വീട്ടിൽ നിർത്തിയിരിക്കുന്നത്. അപ്പം നമ്മളിനി എന്ത് ചെയ്യണമെന്ന് രശ്മി ചോദിക്കുകയാണ്. അപ്പോൾ പറയണം, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ കൂടെ ദൈവം ഉണ്ടാവും, ഇതിനും ദൈവം ഒരു വഴി കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണം. എന്തായാലും അയാളെ ഈ വീട്ടിൽ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അപ്പു പറയണം. എന്നിട്ട് രശ്മി പറയുന്നുണ്ട്, അല്ല എന്നാണ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? അപ്പോൾ അവൾ പറയണത് തൊട്ടടുത്ത ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, എന്നാലും ഞാൻ പോകാൻ ഉദ്ദേശിക്കുകയാണ്. നീ എങ്കിലും എൻ്റെ കൂടെ എല്ലാത്തിനും നിൽക്കണം. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഈ കോമ്പറ്റീഷൻ ജയിക്കുന്നത് വരെ ഒരു കാര്യങ്ങളും എൻ്റെ വീട്ടുകാർ അറിയരുത്. നീ എനിക്ക് അങ്ങനെ ഒരു വാക്ക് തരണമെന്ന് പറയണം. അപ്പോൾ രശ്മി പറയാണ്, നിനക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്നുള്ള സാഹചര്യം വന്നാൽ ഞാൻ നിന്നെ വീട്ടുകാരോട് അറിയിക്കും, അല്ലാതെ ശരിയാകില്ല എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് 20ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ കൂടുതൽ എപ്പിസോഡ് കാണാനായിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.